ഗായ്സ്, അപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡിന് വേണ്ടി നമ്മൾ വാങ്ങിക്കാൻ പോയേക്കണേ. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഞങ്ങളൊരു കാഴ്ച കണ്ടത്. ഒരു പട്ടിക്കുട്ടൻ്റെ ആ ചേട്ടൻ്റെ പുറകെ കയറി പോവുകയാണ് ഗായ്സ്. ആ പട്ടിയാണ് അവളങ്ങനെ കയറി കണ്ടുകൾ ചേട്ടൻ വളർത്തുവിട്ടാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് നേരെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. റൂമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഗായ്സ്. അങ്ങനെ നമ്മൾ വീടല്ല ഹോട്ടലിലെത്തി. ഹോട്ടലല്ല താമസിക്കുന്നത്. പിന്നെ നമ്മതെ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൊരു ചിക്കൻ ലെഗ് പീസും പിന്നെ KFCയും പൊറോട്ടയാണ് വാങ്ങിച്ചത്. അവിടെ ഇത് കിട്ടിയുള്ളൂ. പൊളിച്ചൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ചൂടാണ് ഗൈസ്. ചൂട് സാധനം. അയ്യോ. അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ പോകാൻ പോവുകയാണ് ഗൈസ്. പോവുകയാണ് ഗൈസ്. പോണ വഴി കാണിച്ചു തരാം. ഇത് സ്ഥലമൊക്കെ അടച്ച് ഹോട്ടലൊക്കെ അടച്ചിട്ട് പോവുകയാണ് ഗൈസ്. റൂം ബുക്ക് ചെയ്തത് അടക്കുകയാണ് ഗൈസ്. കൊച്ചു അവിടെയുണ്ട്. അനീഷങ്കതി റൂം അടക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഹോട്ടൽ, ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കർണാടകയിലെ പട്ടി ഗൈസ്. കണ്ടോളൂ, തെരുവ് പട്ടി. നമ്മുടെ അവിടുത്തെ പട്ടി പോലെ ഇത്തിരി വ്യത്യാസമുണ്ട് ആ പട്ടിക്ക്. പാൻ മസാല കടകൾ, കർണാടകയിലെ പാൻ മസാല കടകൾ കണ്ടോ. റെയിൽവേ സ്റ്റേഷൻ എത്താറായി നമ്മൾ. ഇപ്പൊ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ എടുത്തു റെയിൽവേ സ്റ്റേഷൻ എത്തി ഗൈസ്. കലാബുഗാരി നോക്കിക്കോളൂ ഗൈസ്. ഞാൻ സൂം ചെയ്യും പക്ഷേ ഇതാണ് കലാബുഗാരി. അപ്പം നമ്മുടെ നേരെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ആരെ കൺഫ്യൂഷൻ അടിച്ചെന്ന് പറഞ്ഞാൽ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം തെറ്റി. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഗൈസ്. കൊച്ചാ എൻ്റെ കൊച്ചയ്ക്ക് ഇവിടെയുണ്ട് ഗൈസ്. അനീഷങ്കി അവിടെയുണ്ട്. ഓക്കെ, അനീഷങ്ക അപ്പോൾ തന്നെ കയറി കിടന്ന് ഗൈസ്. അവിടെ കയറി കിടന്ന് പിന്നെ ഗൈസ് അങ്ങനെ നമ്മൾ ഇറങ്ങാറായി ഗൈസ്. അങ്ങനെ എനിക്ക് ഒട്ടും പാട്ടില്ലായിരുന്നു ഗൈസ്. കുറേ ഛർദ്ദിച്ചു. ഞാൻ ഒന്നും ഭക്ഷണം കഴിക്കാൻ ഗ്യാസ് കയറിയിട്ട് കുറേ ഛർദ്ദിച്ചു. ഒട്ടും പറ്റാറില്ല.